നിങ്ങളിൽ ധാരാളമായി പ്രഭാഷകർ വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം. അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അവരധികാരികളായ ഭരണകർത്താക്കളായ ആളുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവര് ഭരണകർത്താക്കളിലേക്ക് ചാടി നിൽക്കുന്നവരാണ്. അവരുടെ പ്രത്യേകത അവർ ഹറാമിനെ ഹലാലാക്കുന്ന ആളുകളാണ്. യൂട്യൂബില് വോഡ്കയുടെ മദ്യത്തിന്റെ റമ്മി സർക്കിൾ എന്ന ചൂതാട്ടത്തിന്റെ പരസ്യം വരുന്നു. നമ്മളിടുന്ന വീഡിയോയിൽ പരസ്യം വരുന്നു. ആ പരസ്യത്തിന്റെ കാരണം കൊണ്ട് കിട്ടുന്ന വരുമാനം മേടിച്ച് ആളുകൾ ചോദിക്കും, അതെ യൂട്യൂബിലെ വരുമാനം ഹലാലാണോ? പിന്നെന്താ ഹലാലല്ലേ? എന്താ കാരണം? എനിക്ക് കിട്ടുന്നുണ്ടോ? തന്നെ എനിക്ക് കിട്ടിയ എനിക്ക് ലോട്ടറി അടിച്ചാൽ അന്ന് മുതൽ എനിക്ക് ലോട്ടറി ഹലാല. എന്റെ വാപ്പ പലിശ മേടിച്ചാൽ അന്ന് മുതൽ എനിക്ക് പലിശ ഹലാലാണ്. ആകാൻ പാടില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വയറാണ് 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 അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്താ പ്രത്യേകം? ഇതുകൊണ്ട് വന്ന് തിന്നാൽ ഹറാമായ പണം 50 രൂപ സമ്പാദിച്ചാൽ 50 ലക്ഷം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും പെങ്ങളെ. ഇത് അനുഭവമാണ്, പലരുടെയും യാഥാർത്ഥ്യമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട സംഭവങ്ങളാണ്. ആളുകളെ പറ്റിച്ച്, ആളുകളെ ചൂഷണം ചെയ്ത് പലിശയിലൂടെ ഹറാമിലൂടെ സമ്പാദിക്കുന്ന പണം കൊണ്ട് നമ്മുടെ മക്കളെ ഊട്ടിയാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ 50-ന് പകരം 50 ലക്ഷം മുടക്കിയാലും നമ്മുടെ രോഗം മാറില്ല ഉമ്മ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ചിന്താശേഷി തരുമാറാകട്ടെ. വഹറമു അലൈഹിമുൽ ഹലാൽ. അവർ ഹലാലിനെ ഹറാമാക്കും, ഹറാമിനെ ഹലാലാക്കും. കണ്ടില്ലേ? വലിയ വലിയ നേതാക്കന്മാര്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അസ്തിത്വം എന്താണെന്നും സ്വത്വം എന്താണെന്നും അറിയുന്ന വലിയ വലിയ നേതാക്കന്മാര് പോയിട്ട് അള്ളാഹുവിന്റെ ദീനിനെതിരായ കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നിട്ട് അവർ പറയുന്ന ന്യായം എന്താ? ഇതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ഒരു മതേതര സമൂഹത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നാ പറയുന്നത്. ജീവിതകാലം മുഴുവൻ മഹാനായ മമ്പുറത്തെ തങ്ങളുടെ ഖാദിമ് കോന്തുനായരാണ്. കാലം എത്ര കടന്നുപോയി മമ്പുറം തങ്ങളുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുവദിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം മമ്പുറം തങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും പരിശുദ്ധമായ ഈമാൻ കാത്തു സൂക്ഷിച്ച് തന്റെ പ്രിയപ്പെട്ട സേവകനായി ബഹുമാനപ്പെട്ട കോന്തുനായരെ ഒപ്പം ചേർത്ത ഒരു ചരിത്രമാണ്, സംസ്കാരമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. ആരുടെയും ആചാരങ്ങൾ നമ്മൾ കടമെടുക്കേണ്ടതില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് ക്ഷേത്രമുണ്ട്. അവർക്ക് ആരാധിക്കാനുള്ള സൗകര്യങ്ങളും ആരാധിക്കാനുള്ള സാഹചര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുക്കലാണ് ഏറ്റവും വലിയ മര്യാദ. ഏറ്റവും വലിയ മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആരാധനകളെ, അവരുടെ ആരാധ്യന്മാരെ നിഷേധിക്കാതെയും പരിഹസിക്കാതെയും ഇരിക്കലാണ്. കരാവിവ ശരീരസ്യ നേത്രയോരിമ പശ്മണി ആവിചാര്യം കുര്യത് തന്മിത്രം മിത്ര സമുച്ചതേ. ചാണക്യം പറഞ്ഞതാ, കരാവിവ ശരീരസ്യ നേത്രയോരിമ പശ്മണി അവിചാര്യം കുര്യത് മിത്രം മിത്ര സമുച്ചതേ. തന്റെ അയൽവാസികൾ, തന്റെ സഹോദരങ്ങൾ, തന്റെ കൂടപ്പറപ്പുകൾ, തന്റെ സഹചാരികൾ, തന്റെ സതീർത്ഥ്യന്മാരായ ആളുകൾ, നമ്മളുടെ കണ്ണിന്റെ പോളകൾ, കണ്ണിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും വരുമ്പോൾ പോളെ അടച്ചുകൊണ്ട് കണ്ണിനെ സംരക്ഷിക്കുന്നത് പോലെ നിന്റെ സഹോദരൻ ഏത് മതക്കാരനായാലും അവനെ നീ സഹായിക്കണേ, അവനോട് സ്നേഹം കാണിക്കണേ, അവനെ നീ സംരക്ഷിക്കണേ എന്ന് പറയുന്ന മഹത്തായ വേദഗ്രന്ഥങ്ങൾ. അക്രിം ജാറക വലൗ കാന കാഫിറാ. മോനെ, നിന്റെ അയൽവാസിയായ മനുഷ്യരുണ്ടല്ലോ, അവൻ ഏത് മതക്കാരനായാലോ അവനെ നീ അനാദരിക്കല്ലേ എന്ന് പറഞ്ഞ, അവനെ നീ ധിക്കരിക്കല്ലേ എന്ന് പറഞ്ഞ, അവനെ നീ ആക്ഷേപിക്കല്ലേ എന്ന് പറഞ്ഞ ഹബീബായ മുഹമ്മദ് മുസ്തഫ
ഈമാൻ പൂർത്തിയാകണമെങ്കിൽ പോലും ആ അയൽവാസിയോട് സ്നേഹം വേണം, ബഹുമാനം വേണം, ആദരവ് വേണം. ഏത് മതക്കാരനായാലും മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫഅക്രിം ജാറാ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണോ, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമുള്ളവരാണോ, ഫഅക്രിം ജാറാ, നിങ്ങൾ നിന്റെ അയൽവാസികളെ ബഹുമാനിക്കണേ, ആദരിക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഏത് മതക്കാരനായാലും ബഹുമാനിച്ചേ പറ്റൂ. നിന്റെ ഈമാൻ പൂർത്തിയാവൂല. നീ മുസ്ലിം എന്ന് പേര് കെട്ടി ഖാലിദ് എന്നും റസാഖ് എന്നും പറഞ്ഞ് നടക്കുകയാണ്. നിന്റെ അയൽവാസിയായ ആളുകൾക്ക് നീ ദ്രോഹമാണോ, നീ പ്രയാസമാണോ, നിന്റെ വാക്കുവിനെ അവർ ഭയപ്പെടുന്നുണ്ടോ, നിന്റെ പ്രവൃത്തിയെ അവർക്ക് വെറുക്കുന്നുണ്ടോ, മോനെ ലാ യദ്ഖുലുൽ ജന്ന, നിനക്ക് സ്വർഗമില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈമാൻ തരട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോടുള്ള ബഹുമാനവും സ്നേഹവും എന്ന് പറഞ്ഞാൽ അത് ധാർമ്മികമായി പരിശുദ്ധം ഇസ്ലാം അതിനൊരു ഫ്രെയിം, ഒരു സ്ട്രക്ചർ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. സഹായിക്കണം, സ്നേഹിക്കണം, ആവോളം സഹായിക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അവരോടൊപ്പം സഹകരിച്ചു നിൽക്കണം. പക്ഷേ ആരാധനകൾ വിഷയം വരുമ്പോൾ, ആഘോഷങ്ങൾ വരുമ്പോൾ അവരുടെ ആഘോഷം അവര് വേണ്ട രൂപത്തിൽ അവർ ആഹ്ലാദിക്കട്ടെ. നമ്മൾ അവർക്ക് അതിന് സ്വാതന്ത്ര്യം കൊടുക്കും. ഏത് മതവിഭാഗത്തിന്റെ ആഘോഷം വന്നാൽ നമ്മൾ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നേരെ എനിക്ക് അമ്പലത്തിന്റെ അകത്ത് കയറണം, ശ്രീകോവിലിന്റെ അകത്ത് കയറി എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം ഒന്നും പറയാൻ പാടില്ല. കാരണം ആ മതത്തിനൊരു നിയമമുണ്ട്. ശ്രീകോവില് അവർ പരിശുദ്ധമായിട്ട് കാണുന്ന സ്ഥലമാണ്. അത് നമ്മളെ ഒരു കാരണവശാലും നിന്ദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പള്ളിയും അതിന്റെ മെഹ്റാബും അതിന്റെ ചുറ്റുവട്ടവും പരിശുദ്ധമായ സ്ഥലമാണ്. മറ്റുള്ളവരും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഇങ്ങനെ പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് പരസ്പരം ആവോളം സ്നേഹിച്ചും കൊടുത്തും വാങ്ങിയുമായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഭരണ നേട്ടത്തിനു വേണ്ടി, ആളുകളുടെ തൃപ്തി കിട്ടാൻ വേണ്ടി, ജനാംഗീകാരം കിട്ടാൻ വേണ്ടി മതേതരത്വമാണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്ന് കരുതി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മൾ വിൽക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മൾ കളങ്കപ്പെടുത്താൻ പാടില്ല. എന്റെ മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായി ഇസ്ലാം നിർദ്ദേശിച്ചത് പ്രകാരം ഖൈറായ രൂപത്തിൽ ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. മതിയാ? കുഴഞ്ഞ? ഞാൻ കുഴഞ്ഞിട്ട് നിങ്ങൾ കുഴഞ്ഞോ? നിർത്തട്ടെ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ചിന്താശേഷി അല്ലാഹു തആല നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്കാണ് സയഅതി അലന്നാസി സമാനുൻ യത്റുകൂനൽ അദാൻ അലാ ദുഅഫായികും. ഇത് നിങ്ങൾ കേൾക്കേണ്ട വിഷയമാണ്. ഇപ്പൊ എല്ലായിടത്തും നടക്കുന്ന ഒരു പരിപാടിയാണ്. ഉസ്താദന്മാരോട് ചോദിച്ചറിയാം, എല്ലാ ദിവസവും ഓരോ ആളുകൾ വിളിച്ചിട്ട് ചോദിക്കും, ഉസ്താദേ പള്ളി ജോലി ഉണ്ടോ, ഒരു ജോലി കിട്ടാനുണ്ടോ? പള്ളിയിലെ മുക്രിമാര്, ഞാൻ മുഅദ്ദിനാണ്, ഒരു ജോലി കിട്ടാനുണ്ടോ? മുഅദ്ദിന്മാരിങ്ങനെ തേരാപ്പാരെ അലയാണ് ഒരു ജോലിക്ക് വേണ്ടി. എന്തേ? യേശുദാസിന്റെ സൗണ്ട് ഇല്ല. യേശുദാസിന്റെ സൗണ്ട് 3000 ശമ്പളമാണ്. യേശുദാസിന്റെ ഖുർആൻ ഓതിയിട്ടില്ലേ, സുബ്ഹാനക ലാ ഇൽമ ലനാ. പാവപ്പെട്ടവൻ 10-60 വയസ്സുണ്ട്, സുബ്ഹാനക ലാ, അത്രേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു അങ്ങനെ കൊടുത്തത്. അപ്പൊ കമ്മിറ്റി ഭയങ്കര ചർച്ച. നമ്മുടെ മുഅദ്ദിന് സൗണ്ട് ഇല്ല. ഞാൻ വളാഞ്ചേരി വെങ്ങാട് പഠിക്കുമ്പം സാധേ നിങ്ങളുടെ ബാങ്ക് പുറത്തോട്ട് കേൾക്കുന്നില്ല, പെണ്ണുങ്ങൾ വല്ല പരാതി, 3000 രൂപ തരും, യേശുദാസിന്റെ ബാങ്കും കൊടുക്കണ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സയഅതി അലന്നാസി സമാനുൻ യത്റുകൂനൽ അദാൻ. ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന്മാരായ ആളുകളെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, ഒഴിവാക്കും. എന്ത് കാരണം കൊണ്ട്? അലാ ദുഅഫാഇഹിം, അവർ ദുർബലരാണ്, അവര് സൗണ്ടില്ല, അവര് അഴകുള്ള ബാങ്കില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആളുകൾ അവര് മൈക്കം കൂടെ തട്ടിയാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ,
അപ്പൊ നമ്മുടെ പള്ളിയിൽ അല്ലാഹു അക്ബർ ഒക്കെ അത്രേ പറ്റുള്ളൂ. സാധുവാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അതുപോലും അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞു, ബാങ്ക് വിളിക്കാലം ഈ മഹല്ലിലെ മുഴുവൻ ആളുകളും കേട്ട ആ ബാങ്കുണ്ടല്ലോ, ആ സാധുവായ വൃദ്ധനായ മനുഷ്യന്റെ ബാങ്ക. പക്ഷേ ഇപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ പള്ളി കമ്മിറ്റിക്ക് അവരെ പറ്റൂല. എല്ലായിടത്തുള്ള പ്രത്യേകതയാണ്, പള്ളി വലുതാകുമ്പം ഉസ്താദ് ചെറുതാവും. നിങ്ങളുടെ പള്ളി ശോചനയാവസ്ഥ, മൂത്രപ്പരയുടെ മണമെല്ലാം പള്ളിയിലേക്ക് അടിക്കുന്നു. ആളുകൾ ഒരു പള്ളി പൊളിച്ചു പണിയണമെന്ന് ആഗ്രഹമായിട്ട് ആളുകൾ വരികയാണ്. എല്ലാവരും കൂടി സംഗമിച്ച് ഒരു പള്ളി ഉണ്ടാക്കി നോക്കുമ്പോൾ കുബ്ബയൊക്കെ റൗളയുടെ രൂപത്തിൽ റാഹത്ത്. ഒന്നാമത്തെ ജുമാ കഴിയുമ്പോൾ ഉസ്താദൊക്കെ പറയും, ഉസ്താദേ വേറെ എവിടെങ്കിലും ജോലി നോക്കണം, കാരണം ഇവിടെ ഇപ്പം ഗൾഫ് മോഡൽ പള്ളിയായി. ഇപ്പൊ ഇവിടുത്തെ ഖിറാഅത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ഈ ഒത്ത് വേണം. സ്ഥാനം പഴയ വല്ലുഹാ വല്ലൈലി ഇദാ സജാ പറ്റൂല. പറ്റും, യേശുദാസിന്റെ തൊണ്ട അവിടെ നിന്ന് മുറിച്ചുകൊണ്ട് തൊണ്ടക്ക് വെച്ചു കൊടുത്താൽ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് ദീൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഏറ്റവും ഫളിലായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് മടങ്ങും. നമ്മുടെ പള്ളിയിലൊക്കെ ഇവിടെ സദസ്യരോട് ചോദിക്കുകയാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന നിസ്കാരം ഏതാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കാൻ വരുന്ന നിസ്കാരം ഏതാണ്? തുറന്നു പറഞ്ഞു. ഇശാക്കാണ്? തെറ്റാണ്, മഗ്രിബിനാണ്. ഏത് പള്ളിയിൽ ചെന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കാരം ഏതാ? മഗ്രിബാണ് അല്ലേ? മഗ്രിബല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ. എന്നാൽ ഏറ്റവും ഒരു ദിവസത്തെ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? സുബഹിയാണ്. സുബഹിക്ക് 3 സപ്പാളുണ്ടാവും, മൈക്കും വേണ്ട. ഉസ്താദിന്റെ ശ്വാസം വിടുന്നവരെ ഇവിടെ നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക്. അതുപോലെ തന്നെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റിയ 3 കാര്യങ്ങൾ, 2 കാര്യങ്ങളല്ലേ, 1 കാര്യങ്ങളുണ്ട്. നിസ്കാരം ഖളാ ആക്കാൻ 3 കാര്യങ്ങൾ. ഇസ്ലാമിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. പുതിയതായിട്ട് ഒന്നുകൂടി പറയാണ്. ഒന്നാമത്തെ ഉറക്കം, 2 മറവി. ഉറക്കവും മറവിയും കൊണ്ട് നിസ്കാരം ഖളായി, അള്ളാഹുവിന് ശിക്ഷയില്ല, നമ്മൾ ഖളാ വീട്ടിയാൽ മതി. മൂന്നാമത്തെ ഒന്നുണ്ട്, ഏറുവാടി സിയാറത്ത്. കുറെ ഹമുക്കൾ ഞാൻ ഈ സദസ്സിൽ പറയുന്ന വിഷമം കൊണ്ട് പറയാൻ, ഇവിടുന്ന് ഒരു വണ്ടി പുറപ്പെട്ടാൽ, ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഏറുവാടി കൊണ്ടാണ് നിർത്തിയത്. അല്ലിത്ത ഇതിന്റെ ഇടയ്ക്കുള്ള നിസ്കാരമൊന്നും ഇല്ലല്ലോ. സിയാറത്ത് നിങ്ങൾ ആരെടുക്കേ പോകുന്നത്? ബാദിഷാ തങ്ങെടുക്കുക. അവരെന്തിനു വേണ്ടിയാ ജീവിച്ചത്? അള്ളാഹുവിന് വേണ്ടി. അവർ മരിച്ച എന്തിനു വേണ്ടിയാ? അള്ളാഹുവിന് വേണ്ടി. നിങ്ങൾ എന്തിനാ ചെല്ലുന്നത്? നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഡിജിറ്റലായിട്ട് നടക്കാൻ വേണ്ടി. ദാരിദ്ര്യമുണ്ടായി, സൂറത്തുൽ വാഖിയ ഓതാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഓതാൻ വയ്യ. സൂറത്ത് നിങ്ങൾ ദുഹാ നിസ്കരിക്കും. ദുഹാ നിസ്കാരം എന്നുള്ളത് ഹല്ലുള്ള നിസ്കാരമാണ്, ഭാഗ്യത്തെ കൊണ്ട് തരുന്ന നിസ്കാരമാണ്. ദുഹാ നിസ്കരിച്ചിട്ട് റബ്ബിനോട് ദുആ ചെയ്യ്, പടച്ചോനെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്താ, നല്ല സമൃദ്ധി വരുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നിസ്കരിക്കേണ്ട അവസ്ഥ പാടാ. 500 രൂപ മുടക്കിയാൽ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട് ഏർവാടിയിൽ, നേരെ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കൊട്ടി കൊടുത്താൽ എല്ലാം കൊട്ടക്കണക്കിന് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, സിയാറത്ത് എന്നുള്ളത് പുള്ളിമുള്ള അമലാണ്, പക്ഷെ അത് നിസ്കാരക്കാരനുള്ളതാണ്. മനസ്സിലായി? അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യർക്കുള്ളതാണ് സിയാറത്ത്. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. നിസ്കാരം ഖളാക്കി ഏർവാടിയിലേക്കും നാഗൂരിലേക്കും പോകുന്ന പെങ്ങളെ ചിന്തിക്കണേ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഇത് പൊരുത്തപ്പെടുന്ന പരിപാടിയല്ല. അള്ളാഹും റസൂലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയല്ല. നിങ്ങൾ പൊരുത്തം വാങ്ങാൻ വേണ്ടി ചെന്ന് കുരുത്തക്കേറും മേടിച്ചു കൊണ്ടുവരുന്ന പരിപാടിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. നോക്ക്, ഭീമാപ്പള്ളി ഉറൂസിന് എന്റെ നാട്ടിൽ നിന്ന് ഒരു വണ്ടി നിറച്ച ആളുകൾ പോയി ഭീമാപ്പള്ളി ഉറൂസ്. അതിൽ എന്റെ വീട്ടിൽ എപ്പോഴും വരുന്നൊരു സഹോദരിയുണ്ട്. അവിടെ ഇങ്ങനെ വെറുതെ രസത്തിന് ചോദിച്ചു, ഉറൂസിലൊക്കെ പങ്കെടുത്ത് താഴെ എവിടെ നിസ്കരിച്ച്? അവിടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല. ഭീമാപ്പള്ളിയിൽ ഇത്രയും വലിയൊരു പള്ളി ഉണ്ടായിട്ട് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലെന്നാ പറഞ്ഞു. നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ 1 ഇഞ്ച് ഭൂമി പോലും അവിടെ ഇല്ല.
അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എന്തിനാണ് ഇവർ ഇങ്ങനെ ജീവിക്കുന്നത്? ഉദരം ക്രമേണ പടുത്തു ചീഞ്ഞളിഞ്ഞില്ലയോ, അതുകൊണ്ട് ഖബർ നിറഞ്ഞ ദൽബുദമല്ലയോ. തോന്നിയാസങ്ങളൊക്കെ കാണിച്ചിട്ട് അവിടെ പോയി കിടക്ക്. ഉദരം ക്രമേണ പടുത്തു ചീഞ്ഞളിഞ്ഞില്ലയോ, അതുകൊണ്ട് ഖബർ നിറഞ്ഞ ദൽബുദമല്ലയോ. ആർത്തും ആഹ്ലാദിച്ചും ഉല്ലസിച്ചും എല്ലാ കോമാളിത്തരങ്ങളും നൃത്തങ്ങൾക്കും ചുവടുവപ്പുകൾക്കും സാക്ഷിയായി അവസാനം ആ കുഴിയിൽ വെറ്റമുക്ക് ജുമാമസ്ജിദിന്റെ ആ പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ച് മൂന്നാമത്തെ ദിവസം എത്തുമ്പോൾ ശരീരം പൊട്ടി വയറ് പൊട്ടി ആ ചീഞ്ചലം ഖബറിൽ നിറഞ്ഞ് മയ്യത്തിങ്ങനെ ആ ഖബറിൽ ഒഴുകി നടക്കുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ പെങ്ങളെ, നീ ചിന്തിച്ചാൽ എങ്ങനാണ് ഉമ്മ നിനക്ക് നിസ്കാരം ഉപേക്ഷിക്കാൻ കഴിയുന്നത്? ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. പറഞ്ഞതാ, തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ. തെങ്ങിന്റെ ഉണക്കമടൽ വീഴുമ്പോൾ പച്ചമടലിൽ നിന്ന് ചിരിക്കുമത്രേ. പക്ഷേ പച്ചമടലറിയുന്നില്ലല്ലോ കാലാന്തരത്തിൽ ഞാനും ഉണക്കമടലായി നിലം പതിക്കുമെന്ന്. എത്ര അർത്ഥവത്തായ ഉദാഹരണങ്ങളാണ് ബഹുമാനപ്പെട്ട തടവസ്ഥാദ് പറഞ്ഞത്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ. അടരാതെ നിന്ന പച്ചമടലും അന്ത്യം കരയേണ്ടി വന്നില്ലേ. ഇതല്ലേ ജീവിതം? ഇതല്ലേ ജീവിതം? മേൽപോട്ടുയരും വീർപ്പുകൾ താഴോട്ടെത്തുമെന്നാരറിയും,